മുന്നിൽ സഞ്ചരിച്ച ലോറി അപ്രതീക്ഷിതമായി പെട്ടെന്ന് ട്രാക്ക് മാറി സഞ്ചരിച്ചതാണ് കാർ അപകട കാരണമെന്ന് നടൻ ഷൈൻ ടോമിന്റെ വാഹനം ഓടിച്ചിരുന്ന അനീഷ്. കാറിന്റെ പിൻസീറ്റിലായിരുന്നു പിതാവ് ചാക്കോ. ഇടിയുടെ ആഘാതത്തിൽ തലക്കേറ്റ ഗുരുതര പരുക്കാണ് ചാക്കോയുടെ മരണകാരണം എന്നാണ് വിവരം. പെട്ടെന്നുള്ള ലോറിയുടെ ട്രാക്ക് മാറ്റമാണ് അപകടമുണ്ടാകാൻ കാരണം. പുറകെ വന്ന ഒരു മലയാളി കുടുംബത്തിന്റെ കാറിലാണ് ഞങ്ങളെ ആശുപത്രിയിൽ എത്തിച്ചത്. പക്ഷേ ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പേ ഡാഡി പോയിരുന്നു. ഡ്രൈവർ സീറ്റിന്റെ തൊട്ടുപിറകിലാണ് ഡാഡി ഇരുന്നത്. അപകടത്തിന് ശേഷം ഒരു മൂളലുണ്ടായിരുന്നു. പക്ഷേ ആശുപത്രിയിൽ എത്തുന്നതിന് 100 മീറ്റർ മുമ്പേ അദ്ദേഹം പോയി. കൊച്ചിയിൽ നിന്നും രാത്രി 11 മണിക്ക് പുറപ്പെട്ടതാണ്. ഷൈൻ ചേട്ടൻ തന്നെ പറഞ്ഞിട്ട് തുടർ ചികിത്സയ്ക്ക് വേണ്ടിയാണ് ബാംഗ്ലൂരുവിലേക്ക് വന്നത്. വളരെ പെട്ടെന്നുള്ള യാത്രയല്ലായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് നിർത്തിയാണ് വന്നത്. ആദ്യമായാണ് ഇങ്ങനെ ഒരു അപകടം സംഭവിക്കുന്നത്. പക്ഷെ അതിൽ തന്നെ ഞങ്ങളുടെ എല്ലാമായ ആൾ പോയി. ലോറി ഡ്രൈവറിനെതിരെ കേസുമായി മുന്നോട്ട് പോകും. ഡബിൾ ട്രാക്കിന്റെ ഇടതുഭാഗം ചേർന്നാണ് ഞാൻ വണ്ടി ഓടിച്ചിരുന്നത്. ദൂരെ ലോറി പോകുന്നത് കാണാം. ലോറിയുടെ അടുത്തെത്തി ക്രോസ് ചെയ്യാനായി നിൽക്കുമ്പോൾ ലോറി വലതുവശത്ത് നിന്ന് ഇടത്തേക്ക് ക്രോസ് ചെയ്ത് കയറി. പുലർച്ചെയാണ്, ഹൈവേ ആണ്. 80 കിലോമീറ്റർ വേഗതയിലാണ് ഞങ്ങളുടെ വണ്ടി സഞ്ചരിച്ചിരുന്നത്. ആ സ്പീഡിൽ വണ്ടി നിയന്ത്രിക്കാൻ സാധിച്ചില്ല. ലോറിയുടെ പുറകിൽ പോയി കാറിടിച്ചു. സെൻസർ ഉള്ളതിനാൽ സ്റ്റിയറിംഗ് സ്റ്റേക്കായി. അതോടെ മുഴുവനായി നിയന്ത്രണം നഷ്ടപ്പെട്ടു. ടയർ പൊട്ടി വലതുവശത്തേക്ക് ബലമായി വണ്ടി കട്ട് ചെയ്തു. പുറകിൽ ഡാഡി ഉറക്കമായിരുന്നു. സീറ്റ് ബെൽറ്റും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഇടിയുടെ ആഘാതത്തിൽ ഡാഡിയുടെ തല ഡ്രൈവർ സീറ്റിൽ വന്നിടിച്ച് പൊട്ടി. മനോരമ ന്യൂസിനോട് സംസാരിക്കവേ അനീഷ് പറഞ്ഞു.